ഇസ്രയേലുമായുള്ള വെടിനിർത്തലിന് ശേഷം ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ വേട്ടയാടപ്പെടുന്നു. രണ്ടാഴ്ചക്കിടെ ടെഹ്റാൻ, റാഷിദ്, ഉർമിയ എന്നിവയുൾപ്പെടെ വിവിധ നഗരങ്ങളിൽ നിന്ന് 21ഓളം ക്രിസ്ത്യാനികളെ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. UK ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘടനയായ ആർട്ടിക്കിൾ 18 റിപ്പോർട്ടിലാണ് ഇതേ സംബന്ധിക്കുന്ന രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകാത്ത കൂടുതൽ അറസ്റ്റുകൾ നടന്നിരിക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ചുമത്തി വംശീയവും മതപരവുമായ വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാപകമായ അടിച്ചമർത്തലിന്റെ ഭാഗമാണിത്. ബൈബിൾ കൈവശം വെച്ചതിന് ചില ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരായ മായി സാറ്റോയും നാസില ഖാനിയായും ഇറാന്റെ നടപടികളെ വിമർശിച്ചു. സംഘർഷാനന്തര അടിച്ചമർത്തൽ ഉപയോഗിച്ച് തങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളെ നിശബ്ദമാക്കരുതെന്ന് പ്രതിനിധികൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ രാജ്യദ്രോഹികൾ എന്നും മറ്റ് മോശം പദപ്രയോഗങ്ങളിലൂടെയും മുദ്രകുത്തിയ ഇറാനിയൻ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന മനുഷ്യത്വരഹിതമായ വിശേഷണങ്ങളെയും UN പ്രതിനിധികൾ അപലപിച്ചു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിനിടെ 11ഓളം ക്രൈസ്തവരെ എവിൻ ജയിലിൽ തടവിലാക്കുകയും പിന്നീട് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഐദ നജഫ്ലു ഉൾപ്പെടെ നിരവധി പേർ ഖാർചക് ജയിലിൽ തടവിലാണ്. മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ നേതാവായിരുന്നു ഐദ. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഗോള രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓപ്പൺ ഡോർസിന്റെ പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഇറാൻ.